പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്ന് നാഷണൽ ടെക്നോളജി ഡേ ആണ്. 1998 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രോഗ്രാം 2 എന്നൊരു ആണവ പരീക്ഷണം നടത്തി. അത് വിജയിച്ചതിന്റെ സൂചകമായി 1999 മെയ് 11 നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് ആദ്യമായി നാഷണൽ ടെക്നോളജി ഡേ ഡിക്ലെയർ ചെയ്യുന്നത്. 2026 മെയ് 11 നാഷണൽ ടെക്നോളജി ഡേയുടെ തീം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഇന്നോവേഷൻ ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നാണ്. വർഷങ്ങളായിട്ട് ഈ ടെക്നോളജി നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു ടേമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI എന്ന് പറയുന്നത്. ആ നിർമ്മിത ബുദ്ധി, അതായത് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന എന്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞിലെ ഫോട്ടോകൾ, നമ്മുടെ ഈ ഒരു വർഷത്തെ ഇപ്പം നമുക്ക് ഒരു ടൈം ലൈൻ ഫോട്ടോസ് എന്ന് പറയും. കുഞ്ഞിലെ ഫോട്ടോയും നമ്മുടെ ഇപ്പോഴത്തെ ഫോട്ടോയും നമ്മൾ ഒരുമിച്ചിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മരണപ്പെട്ടവരുടെ ഫോട്ടോ നമ്മുടെ ഈ ഒരു പ്രായത്തിലായിട്ട് നമുക്ക് സിങ്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ കരുതുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു AI കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആളുകളുമായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്ലേസുകൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കി നമുക്ക് ഫോട്ടോസ് ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്നതെന്നാൽ ഇത്രയും കുഞ്ഞു കുട്ടികൾ എങ്ങനെയാണ് ഈ റോബോട്ടിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വരുന്ന വീഡിയോസിലുണ്ടാകും. ഓരോ ടെക്നോളജിയിലും ഒത്തിരി അധികം നല്ല വശങ്ങളും അതുപോലെ തന്നെ ചീത്ത വശങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ ചീത്ത വശങ്ങളെയൊക്കെ മാറ്റി നിർത്തി എല്ലാത്തിൻ്റെയും നല്ല കാര്യങ്ങളെ മാത്രം ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.